പറയണോ? അയ്യോ വേണ്ട മോളെ. ഇടി നീ എന്തോ ഈ കാണിക്കുന്ന? മതി, നിർത്ത്. മേഘേ മതി, നീ കുറച്ച് ഓവറായി തുടങ്ങുന്നുണ്ട്. എന്താ സംഭവിച്ചേ? അത് നിങ്ങൾ ഇവിടെ റൂമിൽ കൊണ്ട് കിടത്തിയ പിള്ളേരെ. എനിക്ക് വിശക്കുന്നു, എനിക്കിതിൽ കഴിക്കണം. തരാം നടക്ക്. ചേട്ടത്തി, ആരെന്നെ വിളിച്ചത്? ഞാനേ എടുത്തി. കിച്ചണിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേ. ആണുങ്ങളുടെ ശബ്ദമാണല്ലോ കേട്ടത്. ഇനി തോന്നിയതാണോ? എന്റെ കർത്താവേ, നല്ല പ്രേതായിരിക്കോ? ഇതിപ്പോ ആരെടുത്തെറിഞ്ഞ്? ഞാനേ എടുത്തി. അതും കൂടി കൊണ്ടുപോ. അലീനയും പിള്ളേരായിരിക്കോ? ഈ പിള്ളേരെ കൊണ്ടൊരു രക്ഷയില്ല. ഇവളിമാരിവിടെ ഇരിപ്പുണ്ടായിരുന്ന? നല്ലോണം കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ. നല്ല വേദനയുണ്ടല്ലേ? അവളുടെ തുള്ളാട്ടം കഴിഞ്ഞോ? ആ കൊച്ചിന്റെ ദേഹത്തെ പ്രേതം കയറിയോന്നാ എനിക്ക് സംശയം. ഞങ്ങൾ അവരെ വണ്ടി കേടാക്കിയ കാര്യം നിങ്ങളാണ് അവരോട് പോയി പറഞ്ഞത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് അപകടം പറ്റിയൊന്ന് വിളിച്ചു ചോദിക്കാൻ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്, അല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങളാണോ അപ്പൊ അവരുടെ വണ്ടി കേടാക്കിയത്? ചേട്ടത്തി പോ. മന്ദാകിനി തന്നെയാണ് ഈ കാര്യം 5 സുന്ദരികളോട് പറഞ്ഞത്. അവര് 5 സുന്ദരികളുടെ ആളാണ്. മന്ദാകിനെ പുകച്ച് പുറത്ത് ചാടിച്ചേ പറ്റൂ. പകരം നമ്മളൊരാളെ സെറ്റ് ചെയ്ത് വെച്ചാലല്ലേ അവരെ പുറത്താക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ റീനമ്മ മറ്റാരെങ്കിലും കൊണ്ടുവരും. ആദ്യം ഒരാളെ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് നമുക്ക് ഒരാളിന്റെ സഹായം വേണ്ടി വരും. ഇന്ന് രാത്രി ഇനി ഇവിടെ എന്തൊക്കെ നടക്കുന്ന ആർക്കറിയാം? എന്റെ കർത്താവേ, ഇവിടെ എന്ത് നടന്നാലും കണ്ണി കണ്ട കാര്യം ആരോടും മിണ്ടാൻ പറ്റാത്തൊരു സ്ഥലമായി പോയല്ലോ. ഈ മായ കാഴ്ചകള് ആ റീനാമ്മയുടെ കണ്ണി കൂടി കാണിച്ചു കൊടുക്കണേ എന്റെ ഈശോയെ.